ഇതാണ് ഷിഗല്ല എന്ന ബാക്ടീരിയ. മറ്റേതെങ്കിലും ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലെത്തുന്ന പോലെയല്ല. ഷിഗല്ലയുടെ കേസിൽ വെറും 100-ൽ താഴെ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ എത്തിയാൽ പോലും അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മലിനമായ ആഹാരത്തിലൂടെയോ വെള്ളത്തിലൂടെയാണ് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ശരീരത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ഇതിന്റെ സഞ്ചാരം. നമ്മുടെ വയറ്റിലെ കഠിനമായിട്ടുള്ള ആസിഡുകളെ പോലും അതിജീവിച്ച് ഇവ നേരിട്ട് നമ്മുടെ വൻകുടലിലേക്ക് എത്തിച്ചേരുന്നു. വൻകുടലിലെ കോശങ്ങളെയാണ് ഇത് പ്രധാനമായിട്ടും ആക്രമിക്കുന്നത്. അവിടെ വെച്ച് അതിവേഗം പരക്കുന്ന ഈ ബാക്ടീരിയകൾ വൻകുടലിന്റെ ഈ ആവരണത്തെ മൊത്തം എഫക്ട് ചെയ്യുന്നു. അവിടുത്തെ കോശങ്ങൾ ഇത്തരത്തിൽ നശിക്കുന്നതോടെ ശരീരത്തിൽ ശക്തമായിട്ടുള്ള വീക്കവും അണുബാധയും ഉണ്ടാകുന്നു. ഈ സമയത്ത് രോഗിക്ക് എന്താണ് അനുഭവപ്പെടുക? കഠിനമായ വയറുവേദനയും ഉയർന്ന പനിയുമാണ് ഇതിന്റെ ആദ്യ ലക്ഷണങ്ങൾ. വയറ്റിൽ മലമില്ലെങ്കിൽ പോലും കുടലിലെ വീക്കം കാരണം നിരന്തരമായിട്ട് മലവിസർജനം നടത്തണം എന്ന കഠിനമായിട്ടുള്ള തോന്നലും വേദനയും രോഗിക്ക് അനുഭവപ്പെടുന്നു. പക്ഷേ ഇത് എപ്പോഴാണ് മരണത്തിലേക്ക് നയിക്കുന്നത്? ഷിഗല്ലയുടെ ഇതുപോലത്തെ തീവ്രമായിട്ടുള്ള വേരിയൻസ് ഷിഗ ടോക്സിൻസ് ഇതിന്റെ വിഷാംശം പുറപ്പെടുവിക്കുമ്പോൾ ഈ വിഷാംശം പ്രതിരോധശേഷി കുറഞ്ഞവരിലും പ്രത്യേകിച്ച് കുട്ടികളിലും പ്രായമായവരിലും ഒക്കെ ഇതിൽ രക്തത്തിൽ കലരുകയും അത് രക്തകോശങ്ങളെ നശിപ്പിച്ച് പിന്നീട് വൃക്കയുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥ പെട്ടെന്നുള്ള വൃക്ക സ്തംഭനത്തിലേക്കും മറ്റ് ആന്തരിക അവയവങ്ങളുടെ പരാജയത്തിലേക്കും നയിക്കുന്നു. ഇതാണ് മരണത്തിന് കാരണമാകുന്നത്. കഴിഞ്ഞ 2024 ആകെ റിപ്പോർട്ട് ചെയ്ത ഷിഗല്ല കേസുകൾ 121 ഒരു മരണവുമായിരുന്നു. എന്നാൽ ഈ വർഷം 2026 ജനുവരി മുതൽ ജൂൺ വരെയുള്ള മാസങ്ങൾക്കുള്ളിൽ തന്നെ സംസ്ഥാനത്ത് മൊത്തം 146 കേസുകളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 5 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ ശക്തമായതോടെ സെപ്റ്റിക് ടാങ്കുകളിലെ മാലിന്യങ്ങൾ കുടിവെള്ള സ്രോതസ്സുകളിലേക്കും കിണറുകളിലേക്കും ഒക്കെ കലരുന്നതായിരിക്കും ഈ ഒരു പെട്ടെന്നുള്ള വ്യാപനത്തിന് പ്രധാന കാരണം. ഇതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം വൃത്തിയായിട്ടിരിക്കുക എന്നത് മാത്രമാണ്. നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുക. 1, കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം കുറഞ്ഞത് 1 മിനിറ്റെങ്കിലും നന്നായിട്ട് തിളപ്പിച്ചാറ്റിയ ശേഷം മാത്രം ഉപയോഗിക്കുക. 2, ആഹാരം കഴിക്കുന്നതിന് മുൻപും ബാത്റൂമിൽ പോയതിനു ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് 20 സെക്കൻഡെങ്കിലും നന്നായിട്ട് കഴുകുക. അവസാനമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് സ്ട്രീറ്റ് ഫുഡിന്റെ കാര്യത്തിലാണ്. വഴിയോരങ്ങളിൽ വൃത്തി കുറഞ്ഞ ജ്യൂസ് കടകളും തട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കടുത്ത രോഗവ്യാപന കേന്ദ്രങ്ങളാകാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇത് അപകടകരമാകുന്നത്? ആഹാരം തയ്യാറാക്കുന്ന വ്യക്തിക്ക് ചെറിയ രീതിയിലെങ്കിലും അണുബാധ ഉണ്ടാവുകയും അദ്ദേഹം കൈകൾ കൃത്യമായിട്ട് കഴുകാതിരിക്കുകയും ചെയ്താൽ ആ ബാക്ടീരിയ നേരെ ഭക്ഷണത്തിലേക്ക് എത്തും. അതുപോലെ ജ്യൂസുകളിൽ ഉപയോഗിക്കുന്ന വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഐസ്, ഈ കൊമേഴ്ഷ്യൽ ഐസ് ബ്ലോക്കുകളില്ലേ, ആ ഐസിലൂടെ ബാക്ടീരിയ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തും. ഇത് ഒഴിവാക്കാനായിട്ട് വഴിയോര കടകളിൽ ഉപയോഗിക്കുന്ന പച്ചക്കറി സാലഡുകൾ, മറ്റ് റോ ഫുഡുകൾ ഇതെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. ജ്യൂസുകളിൽ ഇത്തരം ഐസ് ഇടുന്നത് ഒഴിവാക്കുക. കഴിക്കുന്ന ആഹാരം നല്ലപോലെ ചൂടോടെ പാകം ചെയ്തതാണെന്ന് ഉറപ്പുവരുത്തുക. ഒരു ബാക്ടീരിയ വന്നെന്ന് കരുതി കച്ചവടം നിർത്താനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് തട്ടുകടകളിൽ മാത്രമല്ല ഫുഡ് സപ്ലൈ ഉള്ള എല്ലായിടത്തും കൃത്യമായിട്ട് ഗ്ലൗസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. കൃത്യമായിട്ടുള്ള രീതിയിൽ വാഷിംഗ് സൗകര്യം ഉൾപ്പെടുത്തുക. വൃത്തിയുള്ളിടത്ത് ആളുകൾക്ക് വരാനായിട്ട് ധൈര്യം ഉണ്ടാവും. ഈ വിവരങ്ങൾ ആരും അറിയാതെ പോകേണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നിർബന്ധമായിട്ടും ഷെയർ ചെയ്യും.